അല്ല, അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ ഞാൻ അംഗീകരിക്കുന്നു. അവർക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ ശുഭപ്രതീക്ഷകളോടുകൂടി തന്നെയാണ് അവരൊക്കെ പ്രവർത്തിക്കേണ്ടത്. അല്ലാണ്ട് ഒരു സാധ്യതയില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണെന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ പിന്നീട് അവിടുത്തെ കേഡർമാർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ലല്ലോ. 2019 നിലപരിങ്ങിയിട്ടുള്ള അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി. INDA മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിന് ഘടകകക്ഷികളെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ലെന്ന് പോട്ടത്, കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ളിലെ കേഡർമാരെ തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. ഓരോ ദിവസവും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നേതാക്കന്മാര് BJPയിലേക്ക് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇപ്പൊ BJPയുടെ നേതാക്കന്മാരായി മാറിക്കഴിഞ്ഞു. ഈ കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയാൻ വേണ്ടി ദേശീയ തലത്തിൽ ഒരു ജനറൽ സെക്രട്ടറിയുടെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം BJPയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കോൺഗ്രസിന്റെ കേഡർമാർ തന്നെ BJPയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഉള്ളിൽ നിന്ന് നേരിടുന്ന ആശങ്കയെ പുറമേക്ക് അറിയിക്കാതിരിക്കാൻ വേണ്ടി കേഡർമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില വാചകങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഞങ്ങൾക്ക് BJPയോട് ഒരു മത്സരമേ ഇല്ല, കേരളത്തിൽ UDFും LDFും തമ്മിലാണ് മത്സരം എന്ന്. ആത്മാർത്ഥമായിട്ട് അങ്ങ് പറയൂ, അങ്ങ് തിരുവനന്തപുരത്ത് നിങ്ങൾ ശശി തരൂർ മത്സരിക്കുന്നത് പന്ന്യൻ രവീന്ദ്രനോടാണോ അതോ രാജീവ് ചന്ദ്രശേഖരനോടാണോ നിങ്ങൾ ചോദിക്കൂ. അതല്ലെങ്കിൽ തൃശ്ശൂര് നിങ്ങൾ TN പ്രതാപനെ മാറ്റിയിട്ട് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നതിന് ശേഷം K മുരളീധരനെ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിട്ട് വടകരയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരോട് മത്സരിക്കാനാണ്? അവിടെ VS സുനിൽകുമാറിനോട് മത്സരിക്കാൻ വേണ്ടിയിട്ടാണോ? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. കേരളത്തിൽ ഇത്തവണ വളരെ ശക്തമായിട്ടുള്ള മത്സരം BJP കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദേശീയ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള സർവേകളിൽ, എക്സിറ്റ് പോളുകളിൽ BJPക്ക് കേരളത്തിൽ 2 മുതൽ 3 സീറ്റുകൾ വരെ പ്രവചിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ BJP അതിന്റെ സംഘടനാപരമായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. BJPയുടെ മുന്നണി വളരെ ഇന്റാക്ട് ആണ്. BJP എന്ന സംഘടന വളരെ ഇന്റാക്ട് ആണ്. അതിന്റെ നേതൃത്വം വളരെ വിസിബിൾ ആൻഡ് പവർഫുൾ ആണ്. നേരെ തിരിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ 3 കാര്യങ്ങളിലും അവർ ദുർബലമാണ്. അവരുടെ മുന്നണി എന്ന് പറയുന്നത് ഒരു അഴകുഴമ്പായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. മുന്നണിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയാൻ ഇവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. മുന്നണിയിലുള്ള ആളുകൾക്കിടയിലുള്ള കെമിസ്ട്രി എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് ഇപ്പോഴും പൊതുജനത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. ഇതിലെ കക്ഷികളാണെന്ന് പറയുന്ന പല ആളുകളും ഇതിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇതിലെ കക്ഷികളായിട്ട് കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള പല ആളുകളും ഇതിലെ സഖ്യത്തിനെ പരസ്യമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് എന്ന പാർട്ടി സംഘടനാപരമായി തന്നെ വളരെ ദുർബലമായിട്ടുള്ള അവസ്ഥയിലാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കോൺഗ്രസിൽ നിന്ന് തുടർച്ചയായി കൊഴിഞ്ഞു പോകുന്ന കപിൽ സിബൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റവും അവസാനം കോൺഗ്രസിനെ കൈയൊഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി കോൺഗ്രസിന്റെ നേതൃത്വത്തെ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇത്രയും ദുർബലമായിട്ടുള്ള ഒരു നേതൃത്വം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം പോലുമില്ല. കോൺഗ്രസ് നേതൃത്വം തീരെ വിസിബിൾ അല്ല. ഇപ്പൊ ഇന്നാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധിനെ കുറെ കാലത്തിന് ശേഷം നമ്മൾ കാണുന്നത്. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോ നരേന്ദ്രമോദി വേഴ്സസ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വെക്കാൻ ഒരു ലീഡർ തന്നെ ഇല്ല കോൺഗ്രസിന്. INDA മുന്നണിക്ക് ആരാണ് ഇവരുടെ നരേന്ദ്രമോദിക്ക് ബദലായിട്ടുള്ള നേതാവ് കൂടി ഇവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഫൈറ്റ് അല്ല, ഇതൊരു കണ്ടസ്റ്റ് അല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വൺ സൈഡ് ആയി തോന്നുന്ന, രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രവചനമൊക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വൺ സൈഡ് ആയി തോന്നുന്ന ഒരു ബാറ്റിലാണിത്. നേരെ തിരിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷകളും ഒക്കെ നിലനിർത്താൻ അധികാരമുണ്ട്. 2004 അവസ്ഥയിലല്ല കോൺഗ്രസ് എന്നെങ്കിലും അങ്ങ് ദയവായി മനസ്സിലാക്കണം. ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അന്ന്. മറ്റേ സാരി ദുരന്തം പോലെയുള്ള വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ എങ്ങനെയാണ് മൊത്തം പ്രോസ്പെക്ട്സിനെ മാറ്റിമറിച്ചതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 22ഓളം സംസ്ഥാനങ്ങളിൽ സ്ട്രോങ് പ്രസൻസ് ഉണ്ടായിരുന്ന 100ന് മേലെ സാമാജികരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. 2014 ആയപ്പോഴേക്ക് കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? ആകെ 54 MP കോൺഗ്രസിനുള്ളൂ. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? കോൺഗ്രസിന് 44 MP ഉള്ളൂ. അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനുള്ള അവകാശം പോലും ഇന്ത്യയിൽ 10% സീറ്റ് ഉണ്ടെങ്കിലേ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടുള്ളൂ. അപ്പൊ 545 അംഗമുള്ള സഭയിൽ 55 ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടുള്ളൂ. അതിന് പോലും അർഹതയില്ലാത്ത ഒരു തുരുത്തായിട്ട് കോൺഗ്രസ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് ഓരോ BJP ഇപ്പോ 19 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന ഒരു സംവിധാനമാണ്. ആ രീതിയിലുള്ള ഒരു സംഘടനാപരമായിട്ടുള്ള ശക്തിയൊന്നും കോൺഗ്രസിന് ഇപ്പൊ ഇല്ല എന്നുള്ള കാര്യം അങ്ങേക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും